പിന്നെ അവിടെ സൈക്കിൾസ് മൊത്തം ഇറഗുലർ ആകും. പിന്നെ എപ്പോഴും കുട്ടി മരുന്ന് കഴിക്കേണ്ടി വരും, അതൊരു അഡിക്ഷൻ ഉണ്ടാവും. പിന്നെ ഇത് നമ്മുടെ ചെറിയ രീതിയിലുള്ള ഹോർമോൺ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ദൂഷ്യമാണ്. കൂടുതൽ ആ ഒരു സംബന്ധിച്ചായിരിക്കും എല്ലാവർക്കും ഒരു കൺസേൺ, പേടിയുള്ളത്. അപ്പോൾ ഈ ഒരു ടൈമിൽ എന്താണ് അവർ ആദ്യം തന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്? ഇപ്പോൾ ആദ്യം തന്നെ പീരീഡ്സിന്റെ കാര്യം പറയുമ്പോഴേ അവർ ആയിട്ട് നമ്മൾ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാനായിട്ട് ശ്രമിക്കണം. പിന്നെ ഈ ആസ്മയുള്ള പല കുട്ടികളും നമ്മൾ എക്സാമിന് പഠിക്കുന്നവരുണ്ട്. അപ്പം അവർ ചിലപ്പോൾ ഡോക്ടറെ ഇൻഹേലറൊക്കെ ഉണ്ടാവും. അപ്പം ഇങ്ങനൊരു ഇൻഹേലർ ഉണ്ടെങ്കിൽ നിങ്ങൾ എക്സാമിൻ്റെ സമയത്ത് രാവിലെ ഇത് കൊണ്ടുപോകണം. കുറച്ച് ദൂരെ ആയിരിക്കും. അപ്പം ഈ ഒരു സമയത്ത് കുറെ ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും. അപ്പോൾ അത് സ്പെഷ്യലി എനിക്ക് തോന്നുന്നു പീരീഡ്സിന്റെ സമയത്തായിരിക്കും കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് വരുന്നത്. ബാക്കി ഫീവറും കാര്യങ്ങളൊക്കെ സാർ പറഞ്ഞതുപോലത്തെ മെഡിക്കേഷൻസ് മതിയായിരിക്കും അല്ലേ? നമ്മൾ ആൻസർ സെക്ഷൻ ആയിരിക്കും നമ്മൾ തുടങ്ങുന്നത്. അപ്പം ഓരോ കുട്ടിയും ചിലർക്ക് ഫിസിക്സ് ആയിരിക്കും എളുപ്പം, ചിലർക്ക് ബയോളജി ആയിരിക്കും, അല്ലെങ്കിൽ മറ്റേ കെമിസ്ട്രി ആയിരിക്കും. അപ്പോൾ അതായത് ഫുള്ളി നമ്മൾ ഡയറ്റിൽ നോക്കാതിരിക്കാം. എന്നാലും നമുക്ക് പറ്റുന്ന രീതിയിലുള്ള എല്ലാവരും പ്രോപ്പറായിട്ട് ഹോസ്റ്റലിൽ എന്തെങ്കിലും എല്ലാവർക്കും ഒന്നും പറ്റത്തൊന്നുമില്ല. എന്നാലും നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യാന്നുള്ള മാത്രമേ ഉള്ളൂ. അതെ, മാക്സിമം ജങ്ക് ഫുഡ് ഒഴിവാക്കുക. ജങ്ക് ഫുഡ് ഒഴിവാക്കുക. എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം 2026 നീറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ മെയ് 3 നടക്കാൻ പോകുന്നത്. ഈ ഒരു സമയത്ത് കുട്ടികൾ വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് അവരുടെ പഠനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു സമയത്ത് ഒരുപാട് കൺസേൺസും അല്ലെങ്കിൽ ഡൗട്ട് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അവരുടെ മനസ്സിൽ കൂടെ പോകുന്നൊരു സമയമാണ് അല്ലെ? പേരൻസിനാണെങ്കിലും അറ്റ് ദ സെയിം ടൈം സ്റ്റുഡൻസിനാണെങ്കിലും. സോ ഇതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിനായിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്, ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ് ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. കാരിത്താസ് മാതാ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ്, ഗൈനക്കോളജി കൺസൾട്ടന്റ് ആയ ഡോക്ടർ റെജി സാറാണ് നമ്മോടൊപ്പം ഉള്ളത്. സർ, വെൽക്കം. ആൻഡ് നമുക്കറിയാം വളരെ ഫേമസ് ആണ് അദ്ദേഹവും. കേരളത്തിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഒരു ഗൈനക്കോളജിസ്റ്റ് ആണ് ഡോക്ടർ റെജി സർ. സോ അദ്ദേഹത്തിനെയാണ് ഇന്ന് നമുക്ക് സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ ഒരുപാട് ഡൗട്ടുകൾക്ക് അല്ലെങ്കിൽ ഒരുപാട് കൺസേൺസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിനായിട്ടാണ് ഡോക്ടർ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. അതിൽ ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. ആൻഡ് ആദ്യം തന്നെ താങ്ക് യു സർ ഫോർ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിനും ഈ ഒരു മൊമെന്റ് തന്നതിനും. ആദ്യം തന്നെ നമുക്ക് ഡോക്ടറിനെ കൂടുതലായിട്ടൊന്ന് പരിചയപ്പെടാം. എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും വൺസ് അഗെയിൻ ഡോക്ടറിന്റെ സൈഡിൽ നിന്ന് നമുക്ക് ഡോക്ടറിനെ ഒന്ന് പരിചയപ്പെടാം. സർ പ്ലീസ്. ഹലോ, എന്നെക്കുറിച്ച് പറഞ്ഞ നല്ല ഇൻട്രോഡക്ഷൻ വളരെ നന്ദി. അപ്പോൾ ഞാൻ ഡോക്ടർ റെജി, ഇവിടെ കാരിത്താസ് മാതയിലെ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റാണ്. എനിക്ക് ബ്രില്ലിൻ്റായിട്ട് ഒരു ലോങ് ടൈം ആയിട്ടുള്ള അസോസിയേഷന് ബ്രില്ലിൻ്റെ ഒരു ഫാമിലി പോലെയാണ്. എൻ്റെ മോൻ കഴിഞ്ഞ പ്രാവശ്യം അവിടെ നീറ്റിന് അവിടെ പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. അവളിപ്പം ഫസ്റ്റ് ഇയർ MBBS പഠിക്കുകയാണ്. പിന്നെ മോളിപ്പം 11th അവളും മറ്റേ ഇൻ്റഗ്രേറ്റഡ് ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്രില്ലിനുള്ള ഒത്തിരി ടീച്ചേഴ്സും എനിക്ക് അവരെല്ലാം ഒരു ഫാമിലി പോലെയാണ്. ഒത്തിരി ആൾക്കാർ എൻ്റെ പേഷ്യൻസാണ്. അപ്പോൾ അവരെല്ലാം എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം. അവിടുത്തെ ഡയറക്ടേഴ്സ്, ജോർജ് സാർ, അങ്ങനെ വളരെ ഒത്തിരി ആൾക്കാരായിട്ട് നല്ല അസോസിയേഷൻ ഉണ്ട്. പിന്നെ എൻ്റെ വൈഫ് ഡോക്ടറാണ്. ഷീസ് വർക്കിംഗ് ഇൻ എ ഗവൺമെൻറ് ഹോസ്പിറ്റൽ. ഇതാണ് എൻ്റെ ഫാമിലി. സർ, നമുക്ക് ഈ ഒരു സമയത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ കുട്ടികൾ ഈ ഒരു എക്സാം ടൈമാണ്. അപ്പോൾ അവർക്ക് ഒരുപാട് ടെൻഷൻസും സ്ട്രെസ്സും ഒക്കെ ഉള്ള ഒരു ടൈമാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അപ്പോൾ ഈ ഒരു എക്സാം ടൈമിൽ നമ്മൾ പോകുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ ഡോക്ടർ. അപ്പോൾ അതിനെക്കുറിച്ച് എങ്ങനെയാണ് നമുക്ക് കുട്ടികൾക്ക് ഇപ്പോൾ ഈ എക്സാം ടൈം അടുത്തിരിക്കുമ്പോൾ പെൺകുട്ടികളുടെ ആ ഒരു മെൻസ്ട്രൽ സൈക്കിളിനെ കൂടുതൽ ആ ഒരു സംബന്ധിച്ചായിരിക്കും എല്ലാവർക്കും ഒരു കൺസേൺ, പേടിയുള്ളത്. അപ്പോൾ ഈ ഒരു ടൈമിൽ എന്താണ് അവർ ആദ്യം തന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്? ഇപ്പോൾ ആദ്യം തന്നെ പീരീഡ്സിന്റെ കാര്യം പറയുമ്പോഴേ അവർ എക്സാം ടൈമാണ്, എനിക്ക് ടെൻഷൻ ആവുന്നു, അല്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസ് വരുന്നു, എന്താണ് അവർ ആദ്യം തന്നെ? അപ്പോൾ ആദ്യം തന്നെ മിക്കവാറും കുട്ടികൾ ഇപ്പം മെയ് 3 എക്സാം, ആ സമയത്ത് പീരീഡ്സ് ഉള്ള കുറേ കുട്ടികളുണ്ടാവും. അപ്പം ചില കുട്ടികൾക്ക് പ്രശ്നമൊന്നും കാണത്തില്ല. ആ സമയത്ത് ചെറിയ രീതിയിലുള്ള പെയിനോ കാര്യങ്ങളൊക്കെ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ നമ്മൾ ജനറലി പ്രീ മെൻസ്ട്രൽ ടെൻഷൻസ് കാണും. അത് പല രീതിയിൽ കാണും. മൈൽഡായിട്ടും കാണും, സിവിയറായിട്ട് കാണും. മൈൽഡായിട്ടുള്ള ആൾക്കാരിലൊക്കെയാണ് നമ്മൾ പാരസെറ്റമോൾ ഗുളികൾ, പിന്നെ അത്യാവശ്യം പിന്നെ സൈക്ലോപ്പം, പിന്നെ ഹോട്ട് ബാഗ്, ഹോട്ട് കംപ്രസറൊക്കെ വെക്കാം. പക്ഷെ ചില കുട്ടികൾക്ക് അസഹ്യമായ പെയിനായിരിക്കും, സ്പാസ്മോഡിക് ഡിസ്പ്ലിയ. ഇത് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഓർക്കാൻ പോലും പറ്റത്തില്ലായിരിക്കും, അതിശക്തമായ വേദന. അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മളൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് പീരീഡ് നീട്ടി വെക്കാനുള്ള മരുന്നുകൾ കഴിക്കുന്നത് ഒരു പരിധി വരെ നല്ലതാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ ഈ ഒരു സമയത്ത് മെഡിക്കേഷൻ ആവശ്യമെങ്കിൽ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പം കുട്ടികൾ ചിലപ്പോൾ അവർ സ്വന്തം ഇഷ്ടപ്രകാരം
പോയി അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ പോയി ഇന്ന മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് കഴിക്കുന്നതാണോ സേഫ്, അതൊരു ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് ഗൈനക്കോളജിസ്റ്റിന്റെ സൈഡിൽ നിന്ന് നേടിയിട്ട് കഴിക്കുന്നതാണോ ബെറ്റർ? ഏറ്റവും ബെറ്റർ വെച്ചാൽ നല്ല അതിശക്തമായ വയറുവേദന, വൊമിറ്റിങ്, അത് ചില കുട്ടികൾ ചില പീരീഡിന് വെച്ചാൽ സഫർ ചെയ്യുന്നതാണെങ്കിൽ ഈ എക്സാം സമയത്തിന് മുമ്പോടിയായിട്ട് അവരൊരു നല്ലൊരു ഗൈനക്കോളജിനെ കാണിച്ചിട്ട് ആ ഗൈനക്കോളജിസ്റ്റ് അഡ്വൈസ് പ്രകാരം ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് നല്ലതാണ്. അപ്പം അത്രയ്ക്കും സിവിയർ പെയിനാണ് ഈ പീരീഡ് ഓർക്കുമ്പോൾ നമ്മൾ എക്സാമിൻ്റെ ടെൻഷൻ ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും അങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ചെറിയ രീതിയിലുള്ള ഹോർമോൺ ടാബ്ലറ്റ്സ് കഴിച്ചിട്ട് ഈ പീരീഡ് ഇപ്പോൾ പ്രൊലോങ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അല്ലെങ്കിൽ അവർക്കത് വലിയ പ്രശ്നമായിട്ട് വരും. അതേസമയം മൈൽഡായിട്ടുള്ള പെയിനൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ എക്സാമിൻ്റെ സമയത്ത് ചെറിയ പീരീഡൊക്കെ ആണെങ്കിൽ നമ്മൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് ഈ പെയിൻ കില്ലറൊക്കെ ഒരെണ്ണം കഴിക്കുക, പിന്നെ ഇതിന് ഫൈറ്റർ വാട്ടർ കുടിക്കുക, പിന്നെ ഈ പീരീഡ്സിന് ജസ്റ്റ് ഒരാഴ്ച മുമ്പ് നമ്മൾ മെഡിറ്റേഷൻ, യോഗ, അതുപോലെ ചെറിയ രീതിയിലുള്ള എക്സസൈസ് ചെയ്യുന്നതൊക്കെ നമ്മുടെ മൈൻഡൊക്കെ കുറച്ച് കാമാകാൻ നല്ലതാണ്. ഡോക്ടർ, ഇപ്പോൾ ഈ ടൈമിൽ പാരൻസിന്റെ സൈഡിൽ നിന്നുള്ള ഒരു കൂടുതൽ പെട്ടെന്ന് വരുന്ന ഒരു കൺസേൺ ആയിരിക്കും, ഇങ്ങനെ ഒരു മെഡിസിൻ കഴിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പീരീഡ്സിനെ മാറ്റി വെച്ചാൽ, മെൻസ്ട്രൽ സൈക്കിൾ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് പിന്നത്തെ ഇവരുടെ നെക്സ്റ്റ് മന്തിൽ ഇതിനെ അഫക്റ്റ് ചെയ്യുമോ, അത് പിന്നെ നോർമൽ ആവാതെ പിന്നെ ഇൻബാലൻസ് ആയി പോകുമോ എന്നുള്ളൊരു പേടി ഉണ്ടാവും. എന്തായിരിക്കും? അപ്പോൾ അതിനെക്കുറിച്ച് പറയുവാണെങ്കിൽ മിക്കവാറും പേരൻസിനൊരു ഡൗട്ട്, ഒരു പ്രാവശ്യം ഇങ്ങനെ നീട്ടി വെക്കാൻ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ സൈക്കിൾസ് മൊത്തം ഇറഗുലർ ആകും, പിന്നെ എപ്പോഴും ഈ കുട്ടി മരുന്ന് കഴിക്കേണ്ടി വരും, അതൊരു അഡിക്ഷൻ ഉണ്ടാവും. പിന്നെ ഇത് നമ്മുടെ ചെറിയ രീതിയിലുള്ള ഹോർമോൺ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ദൂഷ്യമാണ്, അത് പിന്നെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഉദാഹരണം പൊതുവേ പേരൻസിലാവും. പക്ഷേ അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇത് ആ സമയത്ത് മാത്രമേ പീരീഡ് നീട്ടി വരൂ, പിന്നെ അടുത്തൊരു പീരീഡ് ഇവർക്ക് റെഗുലറായിട്ട് വരുകയും പറ്റുകയും ചെയ്യും. അപ്പോൾ അതിങ്ങനെ 1-2 പ്രാവശ്യമൊന്നും പീരീഡ് നീട്ടി വെക്കാൻ മരുന്നുകൊണ്ട് യാതൊരുവിധ പ്രശ്നങ്ങളോ ഹെൽത്ത് ഇഷ്യൂസൊന്നും ഈ കുട്ടികൾക്ക് ഒരിക്കലും ഉണ്ടാവത്തില്ല. യെസ്. അപ്പോൾ ഇതിന്റെ കൂടെ തന്നെ ഒരു ഡൗട്ട് ചോദിച്ചിട്ട് ഡോക്ടർ, ഇപ്പൊ ഈ ഹോർമോണൽ ഇൻബാലൻസ് എന്ന് പറയുന്നത് നോർമലി അത് ഈ സ്ട്രെസ് കൊണ്ട് മാത്രം വരുന്നതാണോ, അതോ ഇപ്പൊ ഈ ഒരു എക്സാം ടൈമിൽ മാത്രം കുട്ടികൾക്ക് ചിലരിൽ വരാം, അല്ലാത്തതും ഹോർമോണൽ ഇൻബാലൻസ് ഉണ്ടല്ലേ? അപ്പോൾ അതിനെ കുറിച്ച് എങ്ങനെയാണ്? ഇപ്പൊ ഈ ഹോർമോണൽ ഇൻബാലൻസ് സാധാരണമായിട്ട് സ്ട്രെസ് മാത്രം കൊണ്ട് വരുന്ന ഒരിക്കലും വരത്തില്ല. ഇൻവാരിയബിളി ഈ സ്ട്രെസ്, ഈ എക്സാം സമയത്തൊക്കെ സ്ട്രെസ് ഉള്ളപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ ഈ പിള്ളേരൊക്കെ ഒരു വർഷമായിട്ട് ഇവിടെ പഠിക്കില്ല, അപ്പോൾ ആ സമയത്ത് നല്ല സ്ട്രെസ്സും ടെൻഷനും വരുമ്പോൾ പീരീഡ് ഡിലേ ആവും. ഇതുകൊണ്ട് മാത്രമായിരിക്കത്തില്ല, അല്ലാതെ ചില കണ്ടീഷൻസ് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കോമൺ ആയിട്ട് ഈ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് ഉണ്ട്. അതായത് അമിതമായിട്ടുള്ള വണ്ണം, രോമ വളർച്ച, സൈക്കിൾസ് ഭയങ്കര ഇറഗുലർ ആകുക. ഈ PCOD-യുടെ ഒരു സിംറ്റംസ് ആണ് ഈ സംഭവങ്ങളൊക്കെ. അതായത് ഹെയർ ഗ്രോത്ത് ഉണ്ടാവുക, പീരീഡ്സ് കറക്റ്റായിട്ട് വരാതിരിക്കുക, സൈക്കിൾസ് ഇറഗുലർ ആകുക. അപ്പോൾ ഇങ്ങനെയുള്ളവരിൽ സ്ഥിരമായിട്ട് പ്രശ്നം അനുഭവിക്കുന്ന ആൾക്കാർ നമ്മൾ അതിൻ്റെ അൾട്രാസൗണ്ട് പരിശോധന, ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ഒരു ഇവാലുവേഷൻ വേണം. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ PCOD ഉള്ള ആൾക്കാർക്കും പീരീഡ് ഈ എക്സാമിൻ്റെ സമയത്തൊക്കെ ആണെങ്കിൽ പീരീഡ്സ് ഒക്കെ വരും, അതിനനുസരിച്ചുള്ള കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, സൈക്കിൾ റെഗുലേഷനുള്ള മെഡിസിൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഒരു നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പം അല്ലാതെ തന്നെ ഇപ്പം ഈ ഒരു ഷോർട്ട് ടൈമിൽ, അത് ഈ എക്സാമിന് ഒരു സമയത്ത് മാത്രം വരുന്ന, അത് ഹോർമോൺ ഇംബാലൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, ജസ്റ്റ് സ്ട്രെസ്സിനെ മെൻസ്ട്രൽ സൈക്കിൾ. ആ സമയത്ത് നമ്മൾ അതിനെ ഇപ്പം എക്സാമിന്റെ സമയത്തുള്ള സ്ട്രെസ്സുകൾ അതിനനുസരിച്ചുള്ള മരുന്നുകളോ അല്ലെങ്കിൽ നമ്മളൊരു കൗൺസിലിംഗ് ഒക്കെ നടത്തിയാൽ മതിയായിരിക്കും. ഇതിലൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു കൗൺസിലിംഗ് ആയിരിക്കും വേണ്ടത്. അപ്പൊ ഈ എക്സാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ടെൻഷൻ കൊണ്ടാണ് അവർക്ക് ഇത് കൊണ്ടുവരുന്നത്. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, മെഡിറ്റേഷൻ, യോഗ, പിന്നെ ബാലൻസ്ഡ് ആയിട്ട് ഡയറ്റ് കഴിക്കുക, അവരുടെ സ്ട്രെസ് ഒരു പരിധിവരെ അവോയ്ഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇതൊക്കെ നല്ല വ്യത്യാസം വരുന്നത്. അപ്പം ഇപ്പൊ ഡോക്ടർ ഓൾറെഡി പറഞ്ഞു നമ്മുടെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റും കാര്യങ്ങളൊക്കെ. ഈ ഒരു എക്സാം ടൈമിൽ കൂടുതലും നമ്മുടെ സ്റ്റുഡൻസ് അവരുടെ ഒരു ഫുഡിലേക്ക് അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. ഇനഫ് ഇപ്പൊ വെള്ളം കുടിക്കുന്നതിന് ഇപ്പൊ നല്ല അത് പെൺകുട്ടികൾ മാത്രമല്ല, ഇപ്പൊ ഈ സമയത്ത് ഭയങ്കര ചൂടല്ല, നല്ല അഡിക്വേറ്റ് ആയിട്ട് നമ്മൾ ഹൈഡ്രേഷൻ വേണം. ഹൈഡ്രേഷൻ അതുകൊണ്ടുള്ള ഒത്തിരി പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവും. അപ്പൊ ഈ ഡയറ്റിൽ എന്തൊക്കെയാണ് ഡോക്ടർ നമ്മൾ ശ്രദ്ധിക്കുക? ഏത് തരം ഫുഡ്സ് ആയിരിക്കും? കാര്യം കുട്ടികൾ കൂടുതലും ഈ സമയത്ത് പെട്ടെന്ന് ഒരു ഷോർട്ട് ബ്രേക്കിന്റെ ഇടയിലായിരിക്കും അവർ പോയി ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ ചില ഒരു സ്നാക്ക് കഴിക്കുക, അല്ലെങ്കിൽ വിശപ്പ് ഒന്ന് കെട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ചെറിയൊരു സ്നാക്ക് ആയിരിക്കും അവർ പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ അതിലൊക്കെ വരുന്ന പ്രശ്നങ്ങളും, അപ്പൊ അതിൽ കൂടുതൽ അതിലുപരി വേറെ എന്തൊക്കെയാണ് നമുക്ക് ഡയറ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് ഈ ഒരു സമയത്ത് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയായിരിക്കും? ഈ സമയത്ത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബാലൻസ്ഡ് ഡയറ്റ് ആണ്, അതായത് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾ ഡയറ്റ്, പിന്നെ ഇടയ്ക്ക് നമ്മൾ ഇതിനോടൊക്കെ കഴിക്കാം. അതായത് നമ്മളൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഹെൽത്തി ഡയറ്റ് നമ്മൾ അതിനകത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ ഇൻടേക്ക് കൂട്ടണം, പിന്നെ
വെജിറ്റബിൾസ് കൂടുതലായിട്ട് കഴിക്കുക, ഫ്രൂട്ട്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൂടെ കരുതി കഴിക്കണം. എന്നാലേ ഉള്ളൂ നമ്മുടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങൾ പോകാൻ നമ്മുടെ ടെൻഷനൊക്കെ കുറയത്തുള്ളൂ. പക്ഷേ അതൊന്നും മിക്കവാറും ആപ്ലിക്കബിൾ അല്ല. ഇവർ കുറച്ച് കഴിക്കുന്നു, അതിനൊക്കെ നമുക്ക് ഒരു പരിധി കൂടുതൽ ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു സമയത്ത് അവർ അതെ കൂടുതലും പെട്ടെന്നൊരു പറ്റുന്ന പോലെയൊക്കെ ചെയ്യാന്നുള്ള മാത്രമേ ഉള്ളൂ നമുക്ക്. അതായത് ഫുള്ളി നമ്മൾ ഡയറ്റിൽ നോക്കാതിരിക്കാം, എന്നാലും നമുക്ക് പറ്റുന്ന രീതിയിലുള്ള എല്ലാവരും പ്രോപ്പറായിട്ട് ഹോസ്റ്റലിൽ നിന്ന് എന്തെങ്കിലും എല്ലാവർക്കും ഒന്നും പറ്റത്തൊന്നുമില്ല, എന്നാലും നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യാന്നുള്ള മാത്രമേ ഉള്ളൂ. അതെ, മാക്സിമം ജങ്ക് ഫുഡ് ഒഴിവാക്കുക. ഡോക്ടർ, ഓൾറെഡി നമ്മളിപ്പോൾ പീരീഡ്സ് പോസ്റ്റ്പോൺ ചെയ്യുന്നതിന്റെ കാര്യത്തിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു, മെഡിക്കേഷൻ കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ അതല്ല, നമുക്ക് എക്സാം ഡേയുടെ അന്ന് പീരീഡ്സ് ആണ്, അപ്പോൾ ചില കുട്ടികൾക്ക് അത് സ്ട്രെസ് കൊണ്ട് അത് കുറച്ച് ഓവർഫ്ലോ ഉണ്ടാവും, അല്ല ബ്ലീഡിങ് ഉള്ള കുട്ടികളാവാം. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ എങ്ങനത്തെ ഒരു കരുതൽ ചെയ്തിട്ട് വേണം പോവാൻ? അപ്പം ഈ എക്സാമിൻ്റെ സമയത്ത് പീരീഡ്സ് ആണെങ്കിലും ഓവർഫ്ലോ ഉണ്ടെങ്കിലും രണ്ടുമൂന്ന് കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓവർഫ്ലോ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഓവർഫ്ലോ കുറയ്ക്കാനുള്ള ടാബ്ലറ്റ്സ് ഉണ്ട്. നമ്മൾ സാധാരണ ഈ മെഫ്റ്റാസ്പാസ് അല്ലെങ്കിൽ ട്രാപ്പിക് ഇങ്ങനെയുള്ള ടാബ്ലറ്റ്സ് നമ്മൾ ഒരു രാവിലെ ഒരെണ്ണം കഴിക്കുക. എന്നിട്ട് എക്സാമിന് കയറുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പേ നല്ലൊരു പാഡ് വെക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ എക്സാം സമയത്ത് ആ പാഡ് നമുക്ക് കവർ ചെയ്തോളും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ തിരിച്ച് എക്സാം കഴിഞ്ഞിട്ട് ഈ പാഡ് ചേഞ്ച് ചെയ്യുക. അതാണ് നമ്മൾ ജനറലി ചെയ്യേണ്ട ആവശ്യം. അല്ലാതെ നമ്മൾ എക്സാമിൻ്റെ ഇടയ്ക്ക് വെച്ച് നമുക്ക് പാഡ് ചേഞ്ച് ചെയ്യാൻ ഭയങ്കര സമ്മതിക്കത്തില്ലല്ലോ. അപ്പോൾ ബ്ലീഡിങ് കൂടുതലുണ്ടെങ്കിൽ അത് കുറയാനുള്ള മരുന്ന് രാവിലെ ഒരെണ്ണം കഴിക്കുക. അതിനുശേഷം പിന്നെ എക്സാമിന് കയറുന്നതിന് 1 മണിക്കൂർ പാഡ് വെക്കുക. അത് കഴിഞ്ഞ് പിന്നെ എക്സാം കഴിഞ്ഞിട്ട് ഈ പാഡ് ചേഞ്ച് ചെയ്തിട്ട് വേറെ പാഡ് ഇട്ട് വീട്ടിലോ അല്ലെങ്കിൽ അടുത്ത സ്ഥലത്തോട്ട് പോവുക. ഓക്കെ ഡോക്ടർ, ഇപ്പം നമ്മൾ സിവിയർ പെയിൻ ഉള്ള കുട്ടികളുണ്ടല്ലോ, അപ്പം നമ്മൾ ഓൾറെഡി ഹോട്ട് ബാഗും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി അതല്ല, എക്സാം ടൈമിലല്ല ആ ഡേയിൽ നമുക്ക് സിവിയർ പെയിൻ ഉള്ള കുട്ടികൾ, അവർക്ക് നേരത്തെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അതൊന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്? അവരെന്തൊക്കെ കരുതലായിരിക്കും ചെയ്യാൻ? നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, സിവിയർ പെയിൻ ഉള്ളവർ വേണമെങ്കിൽ ആ സമയത്തൊക്കെ ഏതെങ്കിലും ഗൈനക്കോളജിസ്റ്റ് പീരീഡ് വേണം മാറ്റി വെക്കാം. ഇപ്പോൾ സപ്പോസ് ചിലപ്പോൾ എക്സാമിൻ്റെ ടെൻഷൻ അതേ തിരക്കുണ്ട്, ചിലപ്പോൾ അങ്ങനെ പറ്റിയില്ലെങ്കിൽ സപ്പോസ് ഷീ സ്റ്റാർട്ടഡ് ഹെർ പീരീഡ്സ് ഓൺ ദാറ്റ് ഡേ, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന പരിപാടികൾ ഈ പെയിൻ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ ഇത് കുറയാനുള്ള ഇഞ്ചക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഉച്ചയ്ക്കാണ് എക്സാം എങ്കിൽ നമുക്ക് രാവിലെ വേണമെങ്കിൽ ഇങ്ങനെയുള്ള ഇഞ്ചക്ഷൻസ് വേണമെങ്കിൽ ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 3-4 മണിക്കൂർ നമുക്കൊരു കവറേജ് കിട്ടും. അത് സൈഡ് എഫക്റ്റ് ഒക്കെ കുറഞ്ഞ ഇഞ്ചക്ഷൻസ് ഉണ്ട്, ബ്ലീഡിങ് കുറയാനുള്ള ഇഞ്ചക്ഷൻസ്, അത് വേണേൽ നമുക്ക് ആലോചിക്കുന്നതാണ്. പിന്നെ അത്രയ്ക്കും ഉണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് വേണം ഏതൊരു ലോക്കൽ ഹോസ്പിറ്റലിൽ ഒരു ചെറിയ ഡ്രിപ്പ് ഒക്കെ ഇട്ടാൽ ഇത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുക. യെസ്. അപ്പോൾ ഈ സൈഡ് എഫക്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ആളുകൾ ഇത് പിന്നെ ഏത് രീതിയിലായിരിക്കാം ഇതിന്റെ ഒരു സൈഡ് എഫക്ട്സ്, അപ്പോൾ ഒറ്റ തവണയെ നമ്മൾ എടുക്കുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് അതിലും അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ? ഞാൻ തന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ OP-യിൽ ഒരു പേരൻസ് വന്നായിരുന്നു. അപ്പോൾ അവരെ ഇങ്ങനെ കുട്ടി കഴിഞ്ഞ പ്രാവശ്യം എക്സാം എഴുതി അവർക്ക് കിട്ടി, എക്സാം ലൈക്ക് ഈ കോട്ടയം അപ്പുറത്തെ കണ്ട. അപ്പോൾ എന്നോട് ഇങ്ങനെ ഒരു കഥ പറഞ്ഞിരുന്നു, എക്സാമിന് ഭയങ്കര പെയിനായിരുന്നു. അപ്പോൾ അവർ ഏതൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് പെയിനുള്ള ഇഞ്ചക്ഷനും ഒരു ഡ്രിപ്പ് ഇട്ട് പിന്നെ അവർക്ക് എക്സാം നല്ലവണ്ണം എഴുതാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ പേരൻസ് ഇതൊന്ന് മനസ്സിലാക്കുക. സപ്പോസ് ഏതെങ്കിലും ഒരു അൺഫോർച്ചുനേറ്റ് പീരീഡ്സ് വല്ലതും വരുവാണ്, അത് ഭയങ്കര നീട്ടി വെക്കാൻ നമുക്ക് സമയം കിട്ടിയില്ല, അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കരുതി വെച്ചു. അപ്പം എല്ലാവരും വിചാരം ഇത് ഇഞ്ചക്ഷൻ എടുത്താലോ ഡ്രിപ്പ് ഇട്ടാലോ ഭയങ്കര പ്രശ്നമാണ്, അങ്ങനെ സെഡേഷൻ ഉണ്ടാവും. അങ്ങനെയൊന്നുമില്ല. ഇപ്പം ഞാനുമൊക്കെ ഡെയിലി ഒത്തിരി കുട്ടികൾ കാണുന്നത് ഭയങ്കര ഡിസ്പ്ലിനറി ആയിട്ട് OP-യിൽ വരുന്നു, അവർക്ക് ഇഞ്ചക്ഷൻ എടുത്ത് 2 ദിവസം കുറച്ച് സമയം സെറ്റിൽ ആകുന്ന സംഭവമുണ്ട്. അപ്പോൾ ഇതൊരു ഓപ്ഷൻ ഉണ്ട്. ഇതും പേരൻസൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ ഈ പാരൻസിന്റെ സൈഡിൽ നിന്ന് ഇപ്പോൾ കുട്ടികൾ അവരൊരു അത്യാവശ്യം നല്ല എന്താ പറയുക, കുറച്ച് വലിയൊരു കാര്യമാണ് ഈ നീറ്റിന്റെ പ്രിപ്പറേഷനും അല്ലെങ്കിൽ എക്സാം എഴുതാൻ പോവാന്ന് പറയുന്നത്. അപ്പോൾ പാരൻസിന്റെ സൈഡിൽ നിന്ന് അവർ ഏതൊക്കെ രീതിയിലായിരിക്കണം ഡോക്ടർ അവർക്കൊരു സപ്പോർട്ട് കൊടുക്കുക ഡോക്ടറിന്റെ ഒരു അഭിപ്രായത്തിൽ? പേരൻസിന്റെ സൈഡിൽ നിന്ന് സപ്പോർട്ട് എന്നൊക്കെ പറയുവാണെങ്കിൽ ഇപ്പം ഈ കുട്ടികൾ അനുഭവിക്കുന്നത് പോലെ പേരൻസും ടെൻഷനാണ്. എന്നുവെച്ചാൽ ഞാനൊരു പേരൻ്റായിട്ട് അപ്പം ഇപ്പം നമുക്കൊരു വിഷമം വെച്ചാൽ ഇവര് രാത്രിയിൽ ഇരുന്ന് കഷ്ടപ്പെട്ട് പഠിക്കുന്നു, പിന്നെ ആ എക്സാം ദിവസം ഇവർക്ക് ശരിക്കും പെർഫോം ചെയ്യാൻ പറ്റുമോ? അപ്പം എനിക്ക് കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ ഇപ്പം നമ്മളിപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം ചില കുട്ടികളൊക്കെ 10-14 മണിക്കൂറൊക്കെ പഠിക്കുന്നുണ്ട്. പക്ഷേ എത്രയൊക്കെ പഠിച്ചാലും നമ്മളൊരു അഡിക്വേറ്റ് ആയിട്ട് സ്ലീപ്പ് വേണം. അപ്പം 8 മണിക്കൂറൊന്നും ഉറങ്ങാൻ പോകണ്ട, മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും നമ്മൾ ഉറങ്ങണം. അപ്പം എന്നിട്ട് പിന്നെ നമുക്കൊരു ഹെൽത്തി മൈൻഡും ഹെൽത്തി ബോഡിയും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ബ്രെയിനിന് ശരിക്കും ഫങ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിൻ്റെ ഫങ്ഷൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് എക്സാമിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. അപ്പം പേരൻസിനോട് പറയുന്നത്, നിങ്ങൾ കുട്ടികളെ അവർ പഠിക്കുന്നുണ്ട്, അവർ പിന്നെയും നീ കൂടുതൽ പഠിക്കുക, കൂടുതൽ സമയം ഉറക്കിലേക്ക് പഠിക്കുക, അങ്ങനെ പറയണ്ട. ഇപ്പം നമ്മൾ എന്തൊക്കെയായാലും നമ്മൾ ആ എക്സാം സമയത്ത് പെർഫോം ചെയ്യുന്നതനുസരിച്ചായിരിക്കും നമ്മുടെ റാങ്കും മറ്റും കിട്ടുന്നത്. ഇപ്പോൾ എത്ര നല്ലോണം പഠിച്ചാലും എക്സാം സമയത്ത്
ഒരു ടെൻഷനോ ഒരു ഇത് സ്ട്രെസ്സോ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ പഠിച്ചതെല്ലാം മറന്നു പോകും. അപ്പം അത് അപ്പം പേരൻസ് മക്കളെ ഒത്തിരി സ്ട്രെസ് ആക്കരുതും, അവർ പഠിക്കുന്നവർക്ക് അവരെ മോട്ടിവേറ്റ് ചെയ്യുക. അതാണ് എൻ്റെ ഒരു ഡോക്ടറിന് പറയാനുള്ളത്. യെസ് ഡോക്ടർ, ഇപ്പം ഈ എക്സാമിന്റെ സമയമാകുമ്പോൾ പീരീഡ്സ് മാത്രമല്ല കുട്ടികളെ അലട്ടുന്ന വേറെയും കുറെ പ്രശ്നങ്ങളുണ്ട്. അതായത് ഇപ്പോൾ പനി ആവട്ടെ, പെട്ടെന്നൊരു പനി വന്നു, അല്ലെങ്കിൽ അലർജി, ആസ്മ പോലുള്ള അസുഖങ്ങളുള്ള കുട്ടികൾ, ഇനി അതല്ല അയൺ ഡെഫിഷ്യൻസി ഉള്ള കുട്ടികൾ, ഇങ്ങനെയൊക്കെയുള്ള സ്റ്റുഡൻസ് എന്തൊക്കെയാണ് ഈ ഒരു എക്സാമിന്റെ ടൈമിൽ ശ്രദ്ധിക്കേണ്ടത്? ഓക്കെ. അപ്പോൾ ഈ അയൺ ഡെഫിഷ്യൻ മിക്കവാറും ഈ പെൺകുട്ടികളൊക്കെ മിക്കവാറും ഈ പീരീഡ്സ് സമയത്ത് ഓവറായിട്ടുള്ള ബ്ലീഡിങ്ങുള്ള കുട്ടികൾക്കൊക്കെ ഹീമോഗ്ലോബിൻ്റെ അളവ് ചിലപ്പോൾ കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളവർ അവിടെ എക്സാമിന് മുമ്പ് അല്ലെങ്കിൽ 3-4 ദിവസം ഹീമോഗ്ലോബിൻ്റെ അളവ് നോക്കി വെക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. അപ്പം HB കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂടാൻ വേണ്ടിയിട്ട് അയൺ ടാബ്ലറ്റ് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാം. അല്ലെങ്കിൽ മറ്റേ പയറുവർഗ്ഗങ്ങൾ, ചീര, ബീട്രൂട്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് കഴിക്കണം. അപ്പം HB കൂടി നിന്നാലും നമുക്ക് ഇതൊക്കെ നമുക്ക് എക്സാമിന് നല്ലോണം നമുക്ക് നല്ലൊരു ജനറൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യണം. ഇതെല്ലാം നമ്മുടെ ഒരു എനർജിയെ ബിൽഡ് ചെയ്യുന്ന ഘടകങ്ങളാണ്. അപ്പം ആ സമയത്ത് ഒരു ലോ HB ഉള്ള കുട്ടികളും ഹൈ HB കുട്ടികളും നമ്മൾ ഒത്തിരി വ്യത്യാസം ഉണ്ടാകും. ലോ HB ആണെങ്കിൽ നമുക്ക് ഭയങ്കര ലെതാർജി, ഫറ്റീഗ്, ക്ഷീണമൊക്കെ ഉണ്ടാകും. അപ്പം HB എപ്പോഴും നമ്മളൊരു 12 ഗ്രാമിലൊക്കെ പെൺകുട്ടികൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്തുകൊണ്ടൊന്നല്ല, ഒന്നാമത് ഇവർ ഓവർ സ്ട്രെസ് ആയിട്ടാണ് പഠിക്കുന്നത്. അപ്പം ഈ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയാണ് നമ്മുടെ എല്ലാ ഫംഗ്ഷനും ഡിറ്റർമിൻ ചെയ്യും, നമുക്ക് ക്ഷീണമായിരിക്കും. അപ്പം അഡിക്വേറ്റ് ആയിട്ട് നമ്മൾ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാനായിട്ട് ശ്രമിക്കണം. പിന്നെ ഈ ആസ്മയുള്ള പല കുട്ടികളും നമ്മൾ എക്സാമിന് പഠിക്കുന്നവരുണ്ട്. അപ്പം അവർ ചിലപ്പോൾ ഡോക്ടറെ നിർദ്ദേശിക്കുമ്പോൾ ഇൻഹേലറൊക്കെ ഉണ്ടാകും. അപ്പം ഇങ്ങനൊരു ഇൻഹേലർ ഉണ്ടെങ്കിൽ നിങ്ങൾ എക്സാമിൻ്റെ സമയത്ത് രാവിലെ ഇത് കൊണ്ടുപോകണം. അപ്പോൾ എക്സാമിന് കയറുന്നതിന് മുമ്പ് ഈ ഇൻഹേലർ നമ്മൾ പഫ് അടിച്ചിട്ട് വേണം എക്സാമിന് കയറാം. അപ്പം ഇതൊക്കെ എക്സാം സെൻറ്ററിൽ പറയുമ്പോൾ അവിടുത്തെ അവരതിന് വേണ്ടിയുള്ള അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തു തരും. അപ്പോൾ അതൊക്കെ നമ്മൾ നേരത്തെ പറയണം. പിന്നെ അലർജിയുള്ള കുട്ടികളാണെങ്കിൽ അലർജിയുടെ മെഡിസിൻ, സ്റ്റീറോയിഡ് പോലത്തെ ഗുളികളൊക്കെ ആണെങ്കിൽ അതൊക്കെ നമ്മൾ രാവിലെ കഴിച്ചിട്ട് വേണം നമ്മൾ എക്സാം സെൻറ്ററിൽ കയറണം. പിന്നെ അത്യാവശ്യമായിട്ട് ആസ്മയുടെ മെഡിസിൻസോ അല്ലെങ്കിൽ അലർജി മെഡിസിനൊക്കെ നമ്മൾ കരുതിയിരിക്കണം, അതൊക്കെ അവിടെ കൊടുക്കണം. അപ്പോൾ എന്തെങ്കിലും ചിലപ്പോൾ ഒരു അലർജി ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മെഡിസിൻ അപ്പം തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ചിലപ്പോൾ കുട്ടികൾ ചിലപ്പോൾ പനി ഉണ്ടാവും, പെട്ടെന്നൊരു പനി. അപ്പോൾ പെട്ടെന്ന് പനി വരുവാണെങ്കിൽ നമ്മൾ ജസ്റ്റ് പനി കുറയ്ക്കാനുള്ള നമ്മൾ സാധാരണ പാരസെറ്റമോളാണ്, അത് നമ്മൾ 500 മില്ലിഗ്രാം ഉണ്ട്, 600 മില്ലിഗ്രാം ഉണ്ട്. അത് ഇച്ചിരി ഫുഡ് കഴിച്ചതിന് ശേഷം ഒരു പാരസെറ്റമോൾ വെച്ചിട്ട് നമ്മൾ എക്സാമിന് കയറുക. പിന്നെ ഇൻബെറ്റും പിന്നെ ഫീവറിഷ് ഫീലിംഗ് ഉള്ളതുകൊണ്ട് അവിടെ ഇൻവിജിലേറ്റോട് പറയും എങ്ങനെ പറയുന്നുണ്ട്, അവരതിന് വേണ്ട അറേഞ്ച്മെൻറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള അസുഖങ്ങളുള്ള കുട്ടികൾ ഇങ്ങനെയുള്ള പ്രിക്കോഷൻസ്, ഈ മരുന്നുകളൊക്കെ നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ നമ്മുടെ പേരൻസ് പുറത്തുണ്ടെങ്കിൽ അവരെ കരുതുക, അല്ലെങ്കിൽ എക്സാം സെൻറ്ററിൽ ഇത് ഇൻഫോം ചെയ്യണം. ഇൻഫോം ചെയ്യുമ്പോൾ അത് വേണ്ട സപ്പോർട്ട്. അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് ഒരു ഭയങ്കര പനി ഉണ്ടായി പിന്നെ അടുത്തുള്ള ആശുപത്രി നമ്മുടെ എക്സാം മുഴുവൻ പോകത്തില്ലേ. അപ്പോൾ ഇതാകുമ്പോൾ ചെറിയൊരു മരുന്ന് വെച്ചാൽ നമുക്ക് ബാക്കിയുള്ള എക്സാം നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതുപോലെ തന്നെ ഈ ലോങ് ജേർണി ഉള്ള സ്റ്റുഡൻസ് ഉണ്ടാവും. ഇപ്പൊ എക്സാം സെന്റർ കുറച്ച് ദൂരെ ആയിരിക്കും. അപ്പം ഈ ഒരു സമയത്ത് കുറെ ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും. അപ്പൊ അത് സ്പെഷ്യലി എനിക്ക് തോന്നുന്നു പീരീഡ്സിന്റെ സമയത്തായിരിക്കും കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് വരുന്നത്. ബാക്കി ഫീവറും കാര്യങ്ങളൊക്കെ സാർ പറഞ്ഞതുപോലത്തെ മെഡിക്കേഷൻസ് മതിയായിരിക്കും അല്ലെ. ഞാൻ തന്നെയാണെങ്കിൽ എൻ്റെ മോന്റെ എക്സാം ഇതിന്റെ സമയത്ത് ഞാൻ പാരസെറ്റമോൾ, വൊമിറ്റിങ്ങിനുള്ള മരുന്ന് ഇതൊക്കെ ഞാൻ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടെ പാലയത്തിന് നിന്നത്, ഞങ്ങളവിടെ ഒരു റൂം എടുത്തായിരുന്നു. പക്ഷെ ഡ്രൈവറെ സെന്റർ എടുത്തു. അപ്പൊ എന്തെങ്കിലും ആവശ്യമുണ്ട് മരുന്നൊക്കെ അവിടെ ഉണ്ടായിരുന്നു കൊടുക്കാൻ. അല്ലെ പിന്നെ പ്രശ്നമില്ല. ഇതൊക്കെ എത്ര പേര് കരുതുന്നുണ്ടെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഇവിടെയാണ് പാരന്റ്സ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പം സാറും പാരന്റ് ആയതുകൊണ്ട് സാറിന്റെ ഒരു എക്സ്പീരിയൻസും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ കേൾക്കുന്ന പാരന്റ്സിനും ഇത് തീർച്ചയായിട്ടും അല്ലെ അവർ കരുതേണ്ട കാര്യങ്ങൾ ചിലപ്പോൾ മെഡിസിൻ എടുക്കാൻ മറന്നു. പിന്നെ നമ്മൾ ആ എക്സാംസിനെ വെച്ചാൽ എല്ലാവരും പാനിക് ആവത്തില്ല. അപ്പൊ ആ എക്സാംസിനെ നമ്മൾ അത്രയും സമയം നിന്നാലും നമുക്ക് അല്ലെങ്കിൽ ആ കുട്ടീനെ അങ്ങോട്ടേക്ക് കൊണ്ട് അത്രയും സമയം എക്സാം എഴുതാൻ പറ്റുന്ന പ്രശ്നമല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെറിയ കാര്യങ്ങളായിരിക്കും, പക്ഷെ നമ്മൾ മിസ് ചെയ്ത് പോകും. ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പം ഡോക്ടർ ഈ എക്സാം ഇപ്പം May 3 ആണെന്ന് പറഞ്ഞു. ഇപ്പം May 2 അതായത് തലേ ദിവസം എന്തൊക്കെ കാര്യങ്ങളാണ് സ്റ്റുഡൻസ് ശ്രദ്ധിക്കേണ്ടത്? ഇപ്പം കുറെ കാര്യങ്ങളുണ്ട്. അവരുടെ ഫുഡ്, ഉറക്കം. തലേ ദിവസം എന്ന് പറഞ്ഞാൽ മിക്ക സ്റ്റുഡൻസും ഒന്നെങ്കിൽ ഉറങ്ങില്ല ടെൻഷൻ അടിച്ചിട്ട്, ഇല്ലെങ്കിൽ ചില സ്റ്റുഡൻസിന് ചിലപ്പോൾ അത് ക്ഷീണം കൂടുതൽ വരും ഏതെങ്കിലും രീതിയിൽ. അപ്പോൾ അവർ തലേ ദിവസം എന്താണ് അവർ ശ്രദ്ധിക്കേണ്ടത്? ഞാൻ എൻ്റെ മോനെ അഡ്വൈസ് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ നീ തലേ ദിവസം വലിയ കാര്യമായിട്ട് നോക്കുക, 2-3 പഠിച്ചാൽ മതി. നല്ലോണം സ്ലീപ്പ് ചെയ്യുക. ഒരു മിനിമം നീ ഒരു 6 മണിക്കൂർ ഉറങ്ങാൻ പറഞ്ഞു. അവൻ 6 മണിക്കൂർ, അവൻ 8 മണിക്കൂർ ഒന്നും ഉറങ്ങിയായിരുന്നു. അപ്പം മിനിമം ഒരു 8 മണിക്കൂർ എക്സാമിൻ്റെ തലേദിവസം ഉറങ്ങണം. പിന്നെ നമുക്ക് പ്രാർത്ഥിക്കുന്ന ആളൊക്കെ ആണെങ്കിൽ വൈകുന്നേരം ഒന്ന് പ്രാർത്ഥിക്കുക, പിന്നെ രാവിലെ എഴുന്നേറ്റ് ഒന്ന് പ്രാർത്ഥിക്കുക, രാവിലെ കുറച്ച് നമ്മുടെ വെള്ളം കുടിക്കുക, നമ്മൾ കുളിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് എക്സാം സെൻറ്ററിൽ പോവുക.
പിന്നെ എക്സാം സെൻറ്ററിൽ വെച്ചിട്ട് പിന്നെ നമ്മൾ ഇനിഷ്യലി ഇത് പേപ്പറൊക്കെ തന്നുമ്പോൾ ആദ്യം നമ്മൾ ആ ഫില്ല് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ വളരെ കെയർഫുള്ളായിട്ട് ഫില്ല് ചെയ്യുക. എന്തെങ്കിലും സംശയമുണ്ട് ഇൻവിജിലേറ്ററോട് ചോദിച്ചിട്ട് അത് എഴുതുക. പിന്നെ നമ്മൾ ഈ ആൻസർ സെക്ഷനായിരിക്കും നമ്മൾ തുടങ്ങുന്നത്. അപ്പം ഓരോ കുട്ടിയും ചിലർക്ക് ഫിസിക്സ് ആയിരിക്കും എളുപ്പം, ചിലർക്ക് ബയോളജി ആയിരിക്കും, അല്ലെങ്കിൽ മറ്റേ കെമിസ്ട്രി ആയിരിക്കും. അപ്പം നമ്മൾ ഏറ്റവും വെൽ ബേസ്ഡ് ആയിട്ടുള്ള സാധനം, നമുക്ക് കൂടുതൽ കോൺഫിഡൻറ്റ് ഉണ്ടാക്കാവുന്ന സബ്ജക്റ്റ് നമ്മൾ ആൻസർ ചെയ്യുക. അപ്പോൾ ഫിസിക്സ് ആണെങ്കിൽ ഫിസിക്സിലൂടെ ആദ്യം പോവുക, എന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് വായിക്കാം. നമുക്കൊരു ടഫ് ക്വസ്റ്റ്യൻ തോന്നുവാണെങ്കിൽ നമ്മൾ ആ ടഫ് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് നമ്മുടെ സമയങ്ങൾ കളയുന്നു. ഇപ്പോഴാണ് കഴിഞ്ഞ പ്രാവശ്യമാണ് എക്സാം കുറച്ച് ടഫായിരുന്നു. അപ്പം കുറേ സമയം ആലോചിച്ചാലേ ഒരു ക്വസ്റ്റ്യൻസ് ആൻസറൊക്കെ നമ്മൾ കിട്ടത്തുള്ളൂ. അപ്പം നിങ്ങൾ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തിട്ട് പിന്നെ പതുക്കെ ടഫിലോട്ട് പോവുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻസ് തീരെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കരുത്, നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ പോവുക. പിന്നെ ഇതിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരു കോൺസെൻട്രേഷൻ പോവുകയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ പാനിക്കാവും, ചില പിള്ളേരും സ്ട്രെസ്സായി വേറെ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടും നിങ്ങൾ പെട്ടെന്ന് ഇത് നിർത്തിയിട്ട് നമ്മളൊന്ന് കണ്ണടച്ചിട്ടൊന്ന് ഒരു ചെറുതായിട്ടൊന്ന് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഐ ക്യാൻ ഡു ഇറ്റ് എന്ന് പറഞ്ഞ് നമ്മുടെ മൈൻഡിലൊരു പോസിറ്റീവ് തോട്ട്സ് ഉണ്ടാക്കുക. എന്നിട്ട് നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻസിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻസ് അടുത്ത സബ്ജക്റ്റിലോട്ട് പോയിട്ട് അപ്പം മിനിമം പിന്നെ നമ്മൾ നല്ലോണം അറിയാവുന്നത് ആൻസർ ചെയ്യുക, പിന്നെ കുറച്ച് ഡിഫിക്കൽറ്റി ഉള്ളതൊക്കെ അത് നോക്കിയിട്ടൊക്കെ നമ്മൾ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ പോകണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിട്ടും എവിടെയെങ്കിലുമൊക്കെ കിട്ടും. യെസ്. അപ്പോൾ സാറ് തലേ ദിവസം ശ്രദ്ധിക്കേണ്ടത് തൊട്ട് പിറ്റേന്ന് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ആ എക്സാമും എഴുതേണ്ടത് എന്നുള്ളതിൻ്റെ ടിപ്പാണ് സാറ് പറഞ്ഞു തന്നത്. സോ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ റിജി ഡോക്ടർ നമുക്ക് ഇന്നൊരു ഗസ്റ്റും അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഒരു ഫാമിലി അംഗവും കൂടെ ആയിരുന്നു അല്ലേ. ഡോക്ടറിന്റെ മകൻ ബുർലൻഡിൽ പഠിച്ചതാണ്, നമ്മുടെ വിക്ടറി ഡേക്കൊക്കെ വന്നതാണ്. അദ്ദേഹം വളരെ എന്താ പറയുക, ഒരു പ്രൗഡ് പേരന്റ് ആയിട്ട് അവിടെ വന്ന് നിന്ന ഒരാളാണ്. അപ്പോൾ സാറിന്റെ ആ ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങൾ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ മോൻ കഴിഞ്ഞ വർഷം ബ്രില്യൻറ്റിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ബ്രില്യൻറ്റിൻ്റെ വിക്ടറി ഡേ ഒക്കെ എല്ലാ വർഷവും ഇങ്ങനെ കാണുമായിരുന്നു. അപ്പം ഞാനിപ്പോൾ പലപ്പോഴും നമ്മുടെ മകനെ കൂടി എപ്പോഴും ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, നമുക്ക് ഒരു ദിവസം ചെന്നിട്ട് ആ വിക്ടറി ഡേ ഒരു പ്രൗഡ് പേരൻ്റായിട്ട് നിൽക്കാൻ എനിക്ക് കഴിഞ്ഞ വർഷം പറ്റുമോ എന്ന് ഞാൻ ഇവന് എക്സാം എന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചായിരുന്നു. പക്ഷേ എൻ്റെ ആ സ്വപ്നം കഴിഞ്ഞ വർഷം എനിക്ക് പൂർത്തീകരിക്കാൻ പറ്റി. മോന് നീറ്റിൽ നല്ലൊരു സ്കോർ കിട്ടി. അവരിപ്പോൾ പുഷ്പേരി മെഡിക്കൽ കോളേജിൽ പഠിച്ചിട്ടിരിക്കുമായിരുന്നു. അവന് പുറത്ത് ഗവൺമെൻറ്റൊക്കെ കിട്ടിയായിരുന്നു, പക്ഷേ അവന് പോകാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവൻ്റെ പുഷ്പേരിയാണ്. പിന്നെ നമ്മുടെ വർക്കിംഗ് കണ്ടീഷനും ഒക്കെ ആയതുകൊണ്ട് പിന്നെ ഇവിടെ നമ്മൾ പെട്ടെന്ന് അന്വേഷിക്കാൻ ഞങ്ങൾ അവനെ പുഷ്പേരിലാണ് വിട്ടത്. അപ്പോൾ അന്ന് ആ ബ്രില്യൻറ്റിൻ്റെ വിക്ടറി ഡേയിൽ പോയപ്പോഴത്തേക്കും അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ എൻ്റെ മാത്രമല്ല, അപ്പം ഞാൻ ഒത്തിരി പേരൻസിനെ കണ്ടു, എൻ്റെ തന്നെ കുറേ പേഷ്യൻസിൻ്റെ മക്കൾ. അപ്പോൾ അവരൊക്കെ എന്തൊരു സന്തോഷമായിരുന്നു. അപ്പോൾ ആ കുട്ടികൾ വന്നിട്ട് അവിടെ നിന്ന് സെൽഫി എടുക്കുന്നു. എൻ്റെ ഒപ്പം എൻ്റെ കുറേ പേഷ്യൻ്റെ മക്കളൊക്കെ ഒന്ന് സെൽഫി എടുത്തായിരുന്നു. അപ്പോൾ അതൊക്കെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനുശേഷം പിന്നെ അതിനും കൂടുതൽ സന്തോഷമുള്ളതെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു നമ്മളൊരു ബ്രില്യൻ ഫാമിലിപ്പെട്ട ആളാണ്. ഇപ്പം ബ്രില്യൻ വേണ്ടി ഞാൻ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഹെൽത്ത് ടോക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെ നല്ല റാങ്ക് കിട്ടിയ കുറച്ച് കുട്ടികളെ ആദരിക്കാനും അവർക്ക് പ്രൈസ് കൊടുക്കാനും ഒക്കെ എന്നെ ആ വീതിയിലോട്ട് വിളിച്ചപ്പോഴത്തേക്കും ഐ ഫീൽ വെരി മച്ച് ബ്ലെസ്ഡ്. അപ്പം നമ്മൾ ആ ഒരു പേരൻ്റായിട്ട് നമ്മുടെ മകൻ ഇത്രയും നല്ലൊരു സ്ഥാപനത്തിൽ പഠിച്ചിട്ട് ആ ഒരു സ്റ്റേജിൽ ചെന്നൊരു പ്രൈസ് മേടിക്കുന്നത്, അപ്പം നമ്മളത് ആ നിമിഷം നമ്മൾ കൺകുളിക്കെ കണ്ടു. അപ്പം അവിടെ ഇരിക്കുന്ന ഞാൻ ഓർക്കുന്നത് വെച്ചാൽ മലപ്പുറത്ത് നിന്നുള്ള പേഷ്യൻസ്, കാസർഗോഡ്, എല്ലാവരും എന്തൊരു സന്തോഷമാണ് വരുന്നത്. അപ്പം കുട്ടികളെ, ബ്രില്യനിൽ പഠിക്കുന്ന ഓരോ കുട്ടികളും നിങ്ങളുടെ ആ സ്വപ്നം ഉണ്ടല്ലോ, ഡോക്ടർ എന്നുള്ള ഒരു സ്വപ്നം, അത് പൂർത്തീകരിക്കാൻ ബ്രില്യൻറ്റും അവിടുത്തെ സാറുമാരും എല്ലാവരും നിങ്ങളുടെ ഒപ്പമുണ്ട്. കൂടെ ഈ ഡോക്ടർ എന്നുള്ള എൻ്റെ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്കുണ്ട്. നമുക്കറിയാം ഇന്നിപ്പോൾ ഈ വീഡിയോ കാണുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും പാരൻസ് ആണെങ്കിലും അവർ ഇനി എവിടെ എത്തിച്ചേരണം, എവിടെ എത്തണം എന്നുള്ളൊരു ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷൻ ഉള്ളൊരു ആളാണ് നമ്മുടെ റിജി ഡോക്ടർ. അപ്പോൾ ഡോക്ടറിൻ്റെ സൈഡിൽ നിന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾക്ക് അത് വലിയൊരു ഇൻസ്പിറേഷനും മോട്ടിവേഷനും തന്നെയാണ് അവരെ സംബന്ധിച്ച്. നാളെ അല്ലെങ്കിൽ ഈ എൻട്രൻസ് എക്സാം കഴിഞ്ഞ് മെഡിക്കൽ കോളേജിൽ പഠിച്ച് നാളെ ഡോക്ടർ റിജിയെ പോലെ ഞങ്ങൾക്ക് നല്ലൊരു പൊസിഷനിൽ ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരാളാവണം എന്നുള്ള ആഗ്രഹത്തോട് തന്നെയാണ് എല്ലാ സ്റ്റുഡൻസും ഇപ്പോൾ ഇത് കാണുന്നതും. അപ്പോൾ സാറിൻ്റെ വാക്കുകൾ അവർ കേട്ടതും. അപ്പോൾ ഇത്രയും നല്ല കുറേ കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്ത് തന്ന ഡോക്ടർ റിജി സാറിന് താങ്ക് യു സോ മച്ച്. അപ്പോൾ ബ്രില്യൻറ്റുമായിട്ടുള്ള നമ്മുടെ എന്താ പറയുക, ഡോക്ടർ റിജി സാറിൻ്റെ ഒരു എന്താ പറയുക, നമ്മളെ റിലേഷൻ സാർ തന്നെ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ വൺസ് അഗെയിൻ താങ്ക് യു ഫോർ ഷെയറിങ് ഓൾ ദീസ് ഡീറ്റെയിൽസ് വിത്ത് അസ്. ആൻഡ് ഇനിയും കൂടുതൽ വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.